ചന്ദ്രൻ, രാഹു എന്നീ ദശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. രേവതി, ആയില്യം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റു പൂജാതി കർമ്മങ്ങൾക്കും ഉത്തമം. നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇവർ അനുഷ്ഠിക്കേണ്ടത്. രാശാധിപനായ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു ഭജനം, ശ്രീകൃഷ്ണ ഭജനം, വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ്. ബുധനാഴ്ചയും രേവതിയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മഞ്ഞ, പച്ച തുടങ്ങിയവ അനുകൂല നിറങ്ങളാണ്. നക്ഷത്രമൃഗം ആന, വൃഷം ഇരുപ്പ, ഗണം ദേവഗണം, യോനി സ്ത്രീ, പക്ഷി മയിൽ, ഭൂതം ആകാശം. എല്ലാവരെയും മകം പറയാൻ. മക എത്ര വട്ടം പറഞ്ഞതാ ഫൗസി? ചേച്ചി കൊരച്ചുകൊണ്ട് ചുക്ക് കാപ്പി വെച്ച് കുടിക്കാൻ. കുരച്ച് മങ്ക മ്യൂട്ടാണ് ചേച്ചി. അയ്യോ, അത് ബ്രൗൺ ഗേളിലൊക്കെ തെറ്റാണെന്ന്. അതായത് എനിക്ക് ഒന്നാം പാദം കറക്റ്റ് ആയിരുന്നു. ബ്രൗൺ ഗേൾ ചിലപ്പോ മൂന്നാം പാദമായിരിക്കും. കാരണം തൻപാകം അടുത്തവരുടെ ഭാഗം അങ്ങനെയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് വേണ്ടി 3 കാലുണ്ട്. 3 പാദം, 2 പാദമേ ഉള്ളൂ. 3 പാദം 2.25 നക്ഷത്രമല്ലേ? 2 പാദമോ 3 പാദം? 1-ാം പാദം, 2-ാം പാദം, 3 പാദം. അത് തെറ്റ്. സഹോദരങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ വില്ലന്മാരാ. നമ്മളെ എപ്പോഴും ഒരു അന്യരായിട്ടേ കാണുള്ളൂ. അവർക്ക് കിട്ടുന്നിടത്തോളം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. അതാണ് സംഭവം. സ്നേഹം എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹമൊന്നുമില്ല. അതന്നെ. കണ്ണൻ എന്ന പേര്. പിന്നെ മാടശ്ശേരി ചേച്ചി വരുന്നതിന് മുമ്പേ പോകുക. ചേച്ചി വരുന്നതിന് മുമ്പേ പോകുക. ചേച്ചി കൊലയാളിയാവും. നാളിലുണ്ട്. അയ്യോ, ബ്രൗൺ ഗേൾ. ശിരോരോഗം അതുണ്ട്. ജലദോഷം, മൈഗ്രെയിൻ ഒക്കെ ഉണ്ട്. പല്ല് പ്രശ്നമാണ്. എല്ലാം കറക്റ്റാണ്. ക്ഷീണമുണ്ട്, തൈറോയിഡ് എല്ലാം ഉണ്ട്. 50 വയസ്സ് വരെ നല്ല പാടുപെട്ടു. ഇപ്പോഴാണ് ഈ ലൈവില് മറ്റേ യൂട്യൂബിൽ വന്നിട്ട് അല്പം ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് പരാതികൾ തന്നെ. 50 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കിട്ടിയിട്ട് അല്ലല്ല. 50 വയസ്സിന് ശേഷമാണ് മോഹൻലാലിന് ശരിക്കും നല്ല സിനിമകളൊക്കെ വന്നു തുടങ്ങിയത്. മകം പറ പാണശ്ശേരി. നാൾ പിഴക്കില്ല. അതെ, നാള് പിഴക്കില്ല. ഫൗസി ബ്ലോഗ്. ബ്രൗൺ ഗേൾ 85%. എനിക്ക് 100% കറക്റ്റ് ആയിരുന്നു പറഞ്ഞത്. മകം പറയുന്നത് ഉള്ളതാണോ? കേട്ടില്ലേ? അന്ന് പറഞ്ഞത് പറഞ്ഞായിരുന്നല്ലോ മകത്തിൻ്റെത്. ബ്രൗൺ ഗേളിന് രേവതി 85. ചിലപ്പം അവർ ചെറിയ മാറ്റം ഉണ്ടായി കാണും. നിന്റെ കാര്യം അറിയാം. നിന്റെ കാര്യം അതിന് എനിക്ക് അച്ഛനില്ല. നമുക്ക് ജയന് അച്ഛനുണ്ട്. അതൊക്കെ സെയിം അല്ലല്ലോ. എല്ലാം ഒരുമിച്ച് അങ്ങ് പറ്റില്ല. ചെറിയ വ്യത്യാസങ്ങൾ കാണും. പക്ഷെ സുഭാഷ് പറഞ്ഞത് എനിക്ക് വളരെ കറക്റ്റായിരുന്നു. മകം പിറന്ന ഇങ്ങനെ രഹസ്യം സൂക്ഷിക്കും. നോക്കും, മാക്സിമം നോക്കും. പക്ഷെ തെറ്റില്ലാത്ത സ്ഥലത്ത് പോയി പറയുമ്പോ ആര് കേൾക്കാൻ പാടില്ല അവർ കേൾക്കും ആ രഹസ്യം. എന്നിട്ട് അടി ഉണ്ടാവും. പിന്നെ ഞാൻ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ച് ശരിയാക്കും. അതൊക്കെയാണ് സ്വഭാവം. മങ്ക സൂപ്പർ അല്ലേ? അങ്ങനെ പറയണത് നമ്മുടെ വേവലാതി ആരോടെങ്കിലും പറയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇന്നിപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നു. അതേ കാര്യമല്ല അവര് മറ്റുള്ളവരോട് പറയണത്. അപ്പൊ നമ്മളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും തന്നെ ചെയ്യുന്ന മകം. നമ്മൾ എന്തിനാ നമ്മള് വസ്ത്രം ധരിക്കുന്നത്? എന്തിനാണ് നമ്മള്? മാനം മറയ്ക്കാൻ. അതുകൊണ്ട് നമ്മളും ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒളിച്ചു വെക്കണം. ഇത് പുരാണങ്ങളിൽ പോലും ദേവന്മാരും ദേവികളും അവർ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. വേഷം മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങളും. ദേവേന്ദ്രൻ മാത്രമാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. ദേവേന്ദ്രനാണ് എല്ലാത്തിലും സ്ത്രീ